ഒന്ന് മര്യാദക്കൊന്ന് സൂമയൊന്ന്. എടാ ചെയ്യണടാ. ഈ വീടിന്റെ ജനലും വല്ലൊക്കെ തുറന്നിട്ടാ പോയിക്കണത്. ഇവർക്കൊരു സൂക്ഷ്മത ഇല്ലട്ടാ. വീടിന്റെ സൗന്ദര്യം ആസ്വദിക്കേണ്ടൊന്ന് മര്യാദക്കൊന്ന് അടുത്തേക്കൊന്ന് സൂമയി. ഇത് നമ്മ കുറിയെടുത്ത് വാങ്ങിച്ചെന്ന ഫോണാണ് ഇത്രയൊക്കെ സൂമുള്ളൂ. ഈ കിഴങ്ങന്റെ കൂടെ നിന്നേരം കൊണ്ട് മര്യാദക്ക് അവന്മാരോട് പോയി നിന്നാ തീർന്നു. വന്നോ അമ്മരായിരിക്കും. ഹലോ ഹലോ അമ്പു, എടാ കണ്ടാ നീ? എന്താവാൻ, ഒന്നും ആയില്ല. അതെ, ഷാരോൺ കൂടെ ഉണ്ടാ? ഷാരോൺ ഇവിടെ ഉണ്ട്. അവൻ വന്ന ആ കണ്ടാ പറയ്. നമുക്ക് പോയാലേ? ആ പോവാ. ഏഞ്ചലേ, ആ തുണികളൊക്കെ ഒന്ന് മേലെ കൊണ്ട് വിരിച്ചേ. ആമാ ചെയ്യാം. ചെന്താമരേ അഴകിൻ ചേലൊത്ത പൂവാണ് നീ. മഞ്ഞോലുമാ നെഞ്ചോരമേ നിന്നോമൽ പോലെ വരാം ചാരെ ഞാൻ. ശിശിരവനയിൽ ഇലകൾ ചൊരിയും അറിയ ശലഭമേ. ശലഭമേ? ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ചിത്രശലഭം. മനസ്സിലായില്ലേ? ഈ തോട്ടിനെന്തായാലും അവള് നോക്കൂല. വളർച്ചയുണ്ടെങ്കിലും ബുദ്ധിയില്ലാത്തൊരുത്തൻ. മൂടുപോയി. ഇവനാണെങ്കിൽ വളർച്ചയില്ല, പക്ഷെ തമാശ പറയും. അതിലാണെങ്കിൽ പെണ്ണുങ്ങൾ വീഴും. ഇവന്റെ അടുത്ത സീന്. ഇനിയുള്ളത് ഷാരോണാണ്. ഇത്തിരി ലുക്കുണ്ട്, ഇത്തിരി അല്ല നല്ല പോലെ ലുക്കുണ്ട്. ഇവൻ ഒതുക്കി കഴിഞ്ഞാൽ ഏഞ്ചൽ എനിക്ക് സ്വന്തം. എന്ത് നല്ല ചിരിയാലേ. അല്ലടാ, അവളുടെ ആ ചിരി, പിന്നെ ആ പേരും ഏഞ്ചൽ, മാലാക. എന്താടാ? അല്ലടോ ഒന്ന് മൂത്രമൊഴിക്കാനായിട്ടേ. യോപ്പാ നമ്മളാ വന്നേ. ഇവന്മാരെന്താണ് ഇങ്ങനെ? അതെ, ഞാൻ ചിന്തിച്ചെന്നെയാണോ നീയും ചിന്തിച്ചത്? ബില്ലാണല്ല. സ്പീക്കറിലട് പറ പിന്നില്ലേ. അമ്പു, സുരേടാ. സുര പറടാ. അനുപേട്ടന്റെ വാടക വീട്ടില് താമസക്കാരായി വന്ന കൂട്ടത്തിൽ ഒരു പെങ്കൊച്ചുണ്ടെന്ന് കേട്ടല്ലോ. കണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ കാണാൻ പോയായിരുന്നു. എനിക്ക് തോന്നി നിങ്ങൾ കാണാൻ പോയിട്ടുണ്ടാവുന്നു. കുട്ടി എങ്ങനെ, പിന്നിൽ ചേരുവോ? കുഴപ്പമില്ല. അല്ല സുര, എടാ അല്ല ഒന്നും പറയണ്ട, മനസ്സിലായ? കട്ടാക്കി. എടാ നിന്റെ വായിലെന്താ പഴപുഴുങ്ങി വെച്ചേക്ക്? നിനക്ക് പറഞ്ഞൂടെ പറ്റൂലെന്ന്? അല്ല ഇയാള് വായ്പിന്നെ എന്തോ നേന്ത്രപ്പഴം വെച്ചേക്കുന്ന തനിക്ക് പറഞ്ഞൂടായിരുന്ന? പിന്നെ നിന്റെ ഫോണിലൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കാം. ഒന്ന് പോയാലോ? നിർത്ത് ഷാരോണേ. എടാ ബിന്നിലറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ഈ നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും. ടെൻഷനായല്ലേ ഇത്? ശരിയാ, അവളെ നമുക്ക് തന്നെ കിട്ടണം. എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഉടനെ ചെയ്യണം. സുതാര്യം താരകങ്ങൾ കണ്ടുരഞ്ഞില്ലേ വാനിലാകെ നിലാവ്. നീ വരുമ്പോൾ പൂമുല്ല പൂത്ത പോലെ മഞ്ഞു തൂവൽ ചില്ലിൽ കുഞ്ഞിരാന്തൽ പോലെ മിന്നവേ നെഞ്ചിലാകെ മിന്നൽ വെണ്ണിലാവായി ചാരേ വരുന്നു നീവ.
എനിക്ക് മനസ്സിലാവാത്തത് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഐഡി ഉണ്ടായിട്ട് നമ്മളെന്താ ഫോളോ ചെയ്യാത്തേ? അതൊന്നും ചെയ്യാൻ പാടില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കോഴികളെ പിന്നെ ചിത്രീകരിക്കും. കോഴികൾക്കൊക്കെ ഇപ്പൊ ഇതാണല്ലോ പണി. ഇയാള് എടാ അതല്ലേ പറഞ്ഞ നമുക്ക് നറുക്കിടാന്ന്. ഇതെന്താടാ ചിട്ടിക്കമ്പനിയാ? ക്യാപ്റ്റൻ പറയൂ, അതങ്ങോട്ട് കേട്ടാ മതി. കേട്ടാ? ക്യാപ്റ്റനാ നീയാ? കുറച്ച് പ്രായം കൂടിയെന്നും പറഞ്ഞ് മുതുക്കന്മാരുടെ ഓരോ ആഗ്രഹങ്ങളെ. എനിക്ക് ഈ പുൽക്കൂടിനുള്ളിൽ കയറണോ വേണ്ട ഈ മിണ്ടായിരുന്നോ? ജോപ്പായിട്ടാ ഇരിക്കി നറുക്കിട്ടിട്ട് പറയാം. ഓരോരുത്തരും ഓരോ ദിവസമായിട്ട് തിരഞ്ഞെടുക്കും. ആദ്യം ആരെ ഫോളോ ചെയ്യുന്നോ അവർക്ക് ഏഞ്ചല് സ്വന്തം. ആ അത് മതി. നീ കുലിക്കോപ്പാ. നല്ല തീരുമാനം. ദൈവമേ, ഫസ്റ്റ് എന്നെ തന്നെ കിട്ടണേ. അമ്പു നീ അടുത്തെടുക്ക്. എന്ത് ഒരു സ്വരണുള്ളൂ. താൻ വീട്ടിൽ പോളൂ. വേഗം കേറ്. മരം കൂടെ കേറും. പോയില്ലേ പൊക്കോടെ ശാരണേ, നാളെ കാണാം. ശരി കേട്ടാ. ഒറ്റടുത്ത് എന്നെ വലിയില്ല. എടാ ജോപ്പ, അവളി ഞങ്ങൾ അമ്പൂനെ തിരിച്ച് ഫോളോ ചെയ്യൂ. എന്റെ പൊന്നേബല, നീ ഇങ്ങനെ കിടന്ന് പെടക്കല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടായ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലട്ടാ. പിന്നെ ചത്താ മതി. മനുഷ്യനെ വെറുതെ ടെൻഷനാക്കാൻ വേണ്ടിട്ട്. ഇനി അങ്ങനെ വല്ലതും ഉണ്ടാവോ? സ്റ്റോറിയാ? ഇവക്ക് സ്റ്റോറിയുടെ സമയം ഉണ്ടല്ലോ. തിരിച്ച് ഫോളോ ചെയ്തില്ലേ? എടാ നിനക്ക് അവളെ ഇൻസ്റ്റയിലൊന്ന് ഫോളോ ചെയ്തൂടെ? ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാനാ? ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നൊക്കെ 2K തുടങ്ങി. ബിനിലേട്ടനെ അവള് ഫോളോ ചെയ്യട്ടെ, അതല്ലേ എന്റെ മാസ്. ശരിയാ. കാറ്റ് കളിയാടും വാനവില്ലിൽ നിറങ്ങൾ താ. കാറ്റ് കളിയാടും വാനിലൂടെ പറന്നു വാ. മന്ദാരമേ ചെന്താമര അഴകിൻ ചേലൊത്ത പൂവാണ് നീ. മഞ്ഞോലുമാ നെഞ്ചോരമേ നോമൽ പോലെ വരാം ചാരേ. ശിശിരവനയിൽ ഇലകൾ ചൊരിയും വലിയ ശലഭമേ. എന്താടാ ഇത്? എന്തൊക്കെയായിരുന്നു? നമ്മളാരും ഒരുമിച്ച് ഫോളോ ചെയ്യാൻ പാടില്ല. ഫോളോ ചെയ്ത് നമ്മളൊക്കെ കോഴികളാവും. വേറൊരുത്തിന് നടക്കിട്ടെടുക്കണം. അതിപ്പോ ഞാൻ എന്തരുത് നീ. ഇപ്പൊ എന്തായി? എല്ലാം പോട്ടെ. ആരെങ്കിലും തിരിച്ച് ഫോളോ ചെയ്താ? ഹായ്. എടാ എന്നിപ്പോ ഫോളോ ചെയ്തടാ. ഫോളോ? ഏഞ്ചലാ? എടി ഇവനിപ്പോ ഫോളോ ചെയ്തെന്നടാ. ഞാൻ പോണ്. ഇവനെത്ര ഭ്രാന്തായ. ഞാൻ പോണ്. നീ വിട്ടോടാ. ഹായ്. എനിക്കറിയാറുന്നു ഇതൊക്കെ അവസാനം ഇങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ഞാൻ കൂടെ ചൊറിഞ്ഞോണ്ട് നടക്കത്തേ ഉള്ളൂ. അതിനെന്താ, നമുക്ക് നാളെ തന്നെ കാണാം. അക്കിടി പാലത്തിന്റെ അവിടെ ഞാൻ വരാം. എടാ അവള് കാണാന്ന് പറഞ്ഞിട്ടാ. എന്താ കാണണമെന്ന് പറഞ്ഞേ? ഇത്രയും നാള് ഏഞ്ചലിന്റെ അടുത്തൊരു മതിപ്പുണ്ടായിരുന്നു, അത് പോയി. നീ നോക്കുന്നേ? അല്ല, അവന്മാരൊക്കെ നോക്കണ്. അതിനിപ്പോ എന്താ? അല്ല, എന്താ പറഞ്ഞുണ്ടാക്കാൻ നമുക്കറിയില്ലല്ലോ. എന്ത് പറഞ്ഞുണ്ടാക്കാൻ? ഒന്നും ഉണ്ടായിട്ടൊന്നല്ല, എന്നാലും ജസ്റ്റ് ഫോർ സേഫ്. നല്ല ചേർച്ചല്ലേ? അമ്പോ ഒരുപാട്
ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നീ സംസാരിക്കുന്നേ. നിനക്കെന്നെ ഇപ്പോഴും മനസ്സിലായില്ല? മനസ്സിലായി. ഏഞ്ചൽ അല്ലേ? ഏത് ഏഞ്ചൽ? അനൂപേട്ടൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കണേ. എടാ, നമ്മൾ സെന്റ് മേരീസിൽ ഒരുമിച്ച് പഠിച്ചയാ. 4ാം ക്ലാസ്സില്. ഡിസൂസയുടെ? ആ, ഡിസൂസയുടെ പെങ്ങള്. അപ്പൊ അതാണ് എൻ്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തത്. എടാ, എനിക്കിവിടെ പരിചയക്കാരൊന്നുമില്ലല്ലോ. ഞാൻ അതിലെന്ത് റിക്വസ്റ്റ് കണ്ടപ്പോഴേ അക്സെപ്റ്റ് ചെയ്തേ. ഈശ്വര, ഇനി അമ്മമാരോട് എന്ത് പറയും? നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എടാ ബില്ലല്ല അത്. എടാ ഓടാ. ആരാ? അമ്പൊന്ന് അടങ്ങിയിരിയോളൊന്ന്. അവരിപ്പോ വരുമോ? അടങ്ങിയിരി, എനിക്കറിയാൻ പാടില്ല. ഒരു പഫ് വരുമോ? ഇവന്മാർ ഇതുവരെ പോയില്ലേ? സത്യം പറഞ്ഞുള്ള പോലെ പോകും. കുറച്ചൊന്നാണ് പറയാം. ബില്ലും പരിവാരങ്ങളൊക്കെ നമ്മളെ നോട്ടിട്ടാ പോയിക്കണത്. ഇടി വാങ്ങിച്ച് തരോ? എടാ, അവൾക്ക് എന്നെ ഇഷ്ടമായി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയല്ല പിന്നെ ഇപ്പൊ നല്ല ആശ്വാസമായി. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇൻസ്റ്റയിൽ ഫോളോ റിക്വസ്റ്റ് അയക്കാൻ. അപ്പൊ പ്ലാങ്ങി നിന്നു. അപ്പൊ ഇഷ്ടമെന്ന് പറഞ്ഞല്ലേ? ശരിക്കും തേങ്ങ എന്താടാ? ഭാഗ്യം വിശ്വസിച്ച്. എന്താ പോടാ. കണ്ണി കുത്തുന്ന റിലടിക്കും പോയിക്കോ. അവര് സെറ്റാവും തോന്നണ്ടട്ടാ. ഈ മീശയ്ക്കും മസിലിനും കട്ടിൻ്റെ ഒരു കാര്യമില്ല. മനസ്സിന് കട്ടി വേണം. നിന്റെ മസിലിൽ തട്ടിയൊന്നും പറയല്ലോ കേട്ടോ. എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. നമുക്കൊരു സോളോ ട്രിപ്പ് പോയാലോ? മണ്ടത്തരം പറയല്ലേ പിന്നേട്ടാ. ഇവന്റെ കൂടെ സോളോ ട്രിപ്പ്. നീ വരണ്ട? പിന്നെ വരില്ലേ? എനിക്കൊരു 50 മുട്ടയും കൂടെ എടുത്തോ. ഷാരോണേ, അങ്ങോട്ട് വേഗം കഴിക്കുന്ന കുട്ടി തന്തോരം നേരായി മോളെ. പോയാലോ? നിനക്കൊന്നും വേറെ പണിയില്ലടാ. ഇവിടെ നീ കഞ്ചാവ് വലിക്കാണ്ട് വല്ല പണിക്കുമ്പോ കൂടെ. ജോമൻ ചേട്ടാ, നമ്മുടെ അനുപേട്ടന്റെ വീട്ടിൽ താമസിക്കാൻ വന്ന പുതിയ പെങ്കൊച്ചില്ലേ? അവളെ കാണാൻ പോയിക്കായിരുന്നു. എന്തിന്? ഷാരൂണ് സെറ്റ് ടൈം. ഇതല്ല ആദ്യം പറയണ്ടേ. ഷാരൂൺ, എടാ നിങ്ങൾ അത് കേൾക്കല്ലേ? എടോ, ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടാണ്. പിന്നെയും കേൾക്കാനായിട്ട് വലിയ റിപ്പീറ്റ് വാല്യൂ ഒന്നുമില്ല. ജോമൻ ചേട്ടൻ കഥ പറയടാ. എടാ പറയടാ. എത്ര നാളാന്ന് വെച്ചിട്ടാ ജോമൻ ചേട്ടാ ഇങ്ങനെ ഒറ്റയാനായിട്ട് നടക്കുക? അത് ശരിയാ. പിന്നെ അവൾക്കാണെങ്കിൽ ഒരേ നിർബന്ധം. പെണ്ണല്ലേ നിർബന്ധിക്കവള്. ഇപ്പോഴാ ജീവിതത്തിന്റെ ഒക്കെ ഒരു അർത്ഥം മനസ്സിലാവണം. ശരിയാ, പെണ്ണ് വേണം. അതിന് തനിക്ക് അതിന് പെണ്ണില്ലല്ലോ. ആ ശരിയാണെങ്കിൽ പെണ്ണില്ലല്ലോ. ഇനി ഭർത്താവാ. പിന്നെന്താ, ഞങ്ങൾ പരസ്പരം കണ്ടു, സംസാരിച്ചു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു പെണ്ണ് പോയി കഴിഞ്ഞാൽ വേറെ പെണ്ണു മീശത്തിക്കോ. ഇനി എന്തൊക്കെ കൈമാറാൻ കിടക്കണ ജോമൻ ചേട്ടാ. എന്താ എന്നാലും ജോമൻ ചേട്ടൻ എന്താ പെണ്ണ് കേട്ടാത്തെ? കിട്ടാത്തല്ലേ കിട്ടാത്തല്ലേ? എന്താ അങ്ങോട്ട് നോക്കടാ. അയ്യോ, ആ കൈ ഇങ്ങോട്ട് നന്ദി. കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞ്. എടേ പോലെ ഷാരൂണും പെണ്ണായിട്ടാ. അങ്ങനെയല്ല ജോമൻ ചേട്ടാ, ഷാരോണിനെ പെണ്ണുള്ളു. ഇനി അങ്ങോട്ട് ഷാരൂണിന്റെ കഥകളായിരിക്കൂലേ? ഞാൻ പോണു. മാറാ. ഏഞ്ചൽ, ഇന്ന് പള്ളിക്കിട്ട ചുരിദാറി കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ? ഒരു മാലാകയെ പോലെ. ലൈക്ക് ആൻ ഏഞ്ചൽ. പോകുമ്പോ അവൾ എന്നോട് പറയാ ഐ മിസ് യു. എന്താ ഞാൻ പറയില്ല. ഇനി രാത്രിയായാലും പകലായാലും വെളിച്ചം നമുക്കൊരു വില്ലനാണ്. അടിച്ചു. പക്ഷെ ആരും പേടിക്കണ്ട, പുതിയ വളപ്പിന് ഇട്ട് വാങ്ങാം. പുതിയ വളപ്പിന് 2 രൂപ. ഷാരോണേ, നീ പൈസ ഇടണ്ട. നിന്റെ പൈസ ഞാനിടും. ഹലോ ഏഞ്ചൽ.
ആ അജിത് ബിയേർബാടിനോട് സംസാരിച്ചിരുന്നല്ലേ, അവനെ കുറിച്ച് നാട്ടില് അത്ര നല്ല അഭിപ്രായമൊന്നല്ല. എന്തൊക്കെയാ അവന് പറഞ്ഞു വരുത്താൻ പോണേ? അല്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. വീട്ടിൽ പോകൂടി, നീ വീട്ടിൽ പോ. നീ പോടാ. ആ. ഇത് വിളിച്ചിട്ട് കിട്ടള്ളല്ലോ. ഒന്നും കൂടി വിളിക്കി. ഇവൻ എന്റെ മോനെ നീ എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ? നീ എന്താ കളിക്കാൻ വരാത്തത്? ഞാൻ അവളായിട്ട് വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുക. അവര് വീഡിയോ കോളാന്ന്. കൈവിട്ടു പോയി. ഹലോ ഏഞ്ചൽ, ഇന്നലത്തെ കാര്യങ്ങളോ പറഞ്ഞില്ല. ഇന്നെന്താ പരിപാടി? എടാ, ഞാൻ ഇന്ന് സിനിമയ്ക്ക് പോവും. ഇവരെന്തിനാ ഈ രാവിലെ തന്നെ മെസ്സേജ് അയക്കുന്നത്? ഇന്നലെ ഞങ്ങളൊന്ന് കറങ്ങാൻ പോയി. എന്നിട്ടൊരു സിനിമയ്ക്ക് പോയി. ഏത് നമ്മുടെ കൃപയിലാ? നീ എന്തിനാ ആരും കയറാത്ത ടാക്കീസിൽ പോയേ? എന്റെ ചോമോ ചേട്ടാ, ആരും കാണാത്ത ടാക്കീസല്ലേ ഇതിനൊക്കെ വേണ്ടേ? ഒന്നും പറഞ്ഞില്ല. എടേ ഇവലെ, നീ എന്തിനാ പിള്ളേരെ ബന്ധടിച്ചാലേ? ഇവന് വട്ടാണ്. നീ മുള്ളവനണ്ട. മഞ്ചിനോട് കഥ ഇട്ട് സൂചിക്കുമ്പോഴാണ് മൂത്രം. നാളെ പശുവായിട്ടാ. ഓ, ഷാരണോളെ പറ്റി പറഞ്ഞ് കേൾക്കണം. നീ കേട്ടാ? അമ്പുവിനോട് എല്ലാം പറഞ്ഞു. അവനോടത്തെ സ്റ്റാറാണ്. അവിടെ അവന്റെ കഥകൾ കേൾക്കാൻ ആരാധകരോടെ കൂട്ടം കൂടി നിൽക്കുക. നീ ഇവിടെ ഷെഡിങ് കഴി നടന്നോ? ഷോറാനെ കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയല്ലോ. ഏഞ്ചൽ അജിത് ബിയേർബാടിനെ ഫോളോ ചെയ്തല്ലേ? ഞാൻ പറഞ്ഞല്ല അവൻ ശരിയല്ലെന്ന്. ഇനിയിപ്പോൾ എന്തൊക്കെയാവാ പറഞ്ഞു വരുത്താൻ പോണേ? ഇനി എങ്ങാനാവോ മെസ്സേജ് അയക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഷാരോണിൻ്റെ പെണ്ണാണ്. എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ജോമൻ ചേട്ടാ, അവനോട് ബർത്ത്ഡേയുടെ പോയി കഥ ചോദിക്കാനാ. ഷാരോണേ, ഓ, നീ അവളുടെ വീട്ടിൽ ബർത്ത്ഡേക്ക് പോയിട്ട് എന്താടാ? ബർത്ത്ഡേക്ക് അവളുടെ വീട്ടിൽ പോയപ്പോഴേ എനിക്ക് ആ കാര്യം മനസ്സിലായി. എന്ത്? അവിടെ അമ്മയില്ല. അമ്മയില്ലാത്ത കൊച്ചാണോ? എടോ, അവൾക്ക് അമ്മയില്ലെന്നല്ല, അമ്മയില്ലാത്ത സമയം നോക്കിയിട്ടില്ല എന്നെ വിളിച്ചേ. എന്നിട്ട് പറ. എന്നിട്ട് അവള് വന്നടാ. ഷാരോ മോനെ, കൊള്ള. ഷാരോണെ കൊള്ളാട്ടാ. താങ്ക് യു. ശരിടാ അമ്പു, കേട്ടത് ശരിയാടാ. ചോദിക്കാൻ പാടില്ല. കിസ് ഫ്രഞ്ചായിരുന്ന സ്പാനിഷ് ആയിരുന്നോ? ഞാനിതങ്ങനെ ബിനിലിനോട് പറയുന്ന വിചാരിച്ചിട്ടാ. ഓ, എനിക്ക് തലയിറങ്ങണ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരട്ടെ. ബിനിലേട്ടാ, നീ ഇങ്ങനെ കരയല്ലടാ ബിനിലേ. എങ്ങനെ എന്താ പരിപാടി? ഷാരോൺ, നിന്റെ പ്രശ്നം എന്താ? രാവിലെ എണീക്കുമ്പോൾ മരുന്ന് കഴിക്കുന്ന പോലെ ഇരുന്നോ കിടന്നോ പോയോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത്. ഇതെന്താ ഇങ്ങനെ? അമ്മോട്ടിക്ക് തന്നെ പോയാലോ? എന്റെടാ പറയടാ. അവനവിടെ ഇല്ലെന്ന്. ആരി ആര്? എടാ, നമ്മുടെ ഷാരോണില്ലെന്ന് അവിടെ. എവിടെ പോയി? വേറൊരു കാര്യം ഇവിടെ പറയട്ടെ, അവളും ഇല്ലടാ. അവളൂലെന്നാ? അയ്യോ, ചുഴിയോ ജോ മോൻ ചേട്ടാ? കരയല്ലേടോ ഈ ശരീരം. കേട്ട സത്യമാണോടാ? എടാ, അവർ രണ്ടുപേരും ഉറപ്പാടാ. ആരുമില്ല.
നന്ദിനി കുട്ടിയേ, നമ്മളെ ഷാരോൺ പോയടി ലാലേട്ടാ. വന്നേ ഞാനൊക്കെ ഷാരോന്റെ ആരാധകരായി മാറിക്കഴിഞ്ഞിരിക്കാൻ. ഞാനിതിനോട് എങ്ങനെ പറയുന്നു വിചാരിക്കും. ഞാൻ ഷാരോന്റെ ഫാനായിട്ടപ്പാ. ഇനി കഥകളൊന്നും ഇല്ല നന്ദിനി കുട്ടി. ഷാരോൺ പോയിട്ട് 3 ദിവസമായി. നീയും കഥയൊക്കെ നിൽക്കണ. വരൂടി, അവൻ വരും. അവൻ വരാണ്ട് എവിടെ പോവാനാ? ആ മോളെ, മോളും പോവാണോ? പൂരം കൊടിയേറി മക്കളെ, ഷാരോൺ എത്തിയടാ. ഷാരോൺ എത്തിയാ? ആരാടാ ഇതൊക്കെ? അത് ജോമോഞ്ചേന്റെ കൂടെ കറക്കാൻ പോണ ഏട്ടനൻ. എന്താണത്? പാൽ സൊസൈറ്റി ഗ്രൂപ്പാ. ഷാരോൺ മോനെ പറയ്, കഴിഞ്ഞ 3 എടാ ദിവസം ജോമോനെ, ഷാരോണെ, കഴിഞ്ഞ 3 ദിവസമായിട്ട് നിന്നെയും കണ്ടിട്ടില്ല, അവളെയും കണ്ടിട്ടില്ല. നിങ്ങൾ രണ്ടും കൂടെ എവിടെ പോയി ഞങ്ങൾക്ക് അറിയണം. അപ്പാണ് കാര്യം. ഇനി അവനും അവളും തമ്മില് ഇനി കഥ മാറ്റി ഇല്ലാത്ത എന്തെങ്കിലും പറഞ്ഞു. എവിടെയായിരുന്നു? ഞാൻ പറയാം. ഏബിലെ, ജോപ്പാ, ഓ അമ്പു, ജോമോൻ ചേട്ടാ, പറയ് ഷാരോൺ മോനെ. ഇതെന്റെ കഥയുടെ അവസാനത്തെ അധ്യായ. അവസാനം എന്താ? മനസ്സിന് കട്ടിയില്ലാത്തവരും ഹാർട്ട് പേഷ്യൻസും പ്രഗ്നന്റ് ലേഡീസും ഒക്കെ എനിക്കൊന്ന് മാറുന്നു. ഞങ്ങള് ഓയോ പോയി. അയ്യോ അയ്യോ, എന്തത് പറഞ്ഞു കൊടുക്കണോന്ന്. ജോമോൻ ചേട്ടാ ഇങ്ങനെ മണ്ടനാവല്ലേ, ഇങ്ങ് വന്നേ. ഹേയ് ഷാരോൺ, നീയാ? ഞങ്ങള് രണ്ടുപേരും കൂടി അങ്ങനെ ഓയോ റൂമിൽ കയറി. ഷാരോൺ മോനെ, ആ റൂമിൽ വെള്ളപ്പൊതുപ്പ് തന്നെയല്ലേ? ജോമോൻ ചേട്ടൻ ഇതൊക്കെ അറിയൂ? ഞാനിതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ, ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല. കുഴപ്പമില്ല ജോമോൻ ചേട്ടാ, എല്ലാവർക്കും എന്നെ പോലെ ആവാൻ പറ്റില്ലല്ലോ അല്ലേ? ഞാൻ കഥ പറ. ആ ബാക്കി പറയാം. ഞങ്ങളങ്ങനെ മുറി കയറി ബെഡിന്റെ ഒരു സൈഡിൽ പോയിരുന്നു. ഇരുന്ന സമയത്ത് എൻ്റെ കൈയൊന്ന് അവളുടെ കൈമ കൊണ്ടു. പിന്നെ പുറത്തുനിന്നൊരു നല്ല തണുത്ത കാറ്റടിച്ചു. അതിൻ്റെ കൂടെ ഒരു നല്ല ചാറ്റൽ മഴയും. ഞങ്ങളുടെ മുറിയിലാണെങ്കിൽ ഒരു ചെറിയ മഞ്ഞ വെളിച്ചം മാത്രമേ ഉണ്ടായുള്ളൂ. നിങ്ങളൊക്കെ അവളെ ചുരിദാറി മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഞാൻ അവളെ കണ്ടടാ ഒരു വ്യത്യസ്തമായ ഡ്രസ്സിൽ. എൻ്റെ മോനെ, പിന്നെ ആ മഴ മാറണവരെ എന്റെ മാതാവേ, മതിട്ടാ ഈ കഥക്കെ മതി. നീ എന്തൊട്ട് കഥയുടെ പറഞ്ഞേ? UK ഇങ്ങനെയാന്ന് അവള് പറയണേ. സൈക്കിളട്ടാ. അങ്ങനെ അവള് പയ്യത്തലേലല്ലേ? അവിടെയാണ് മെയിൻ ട്വിസ്റ്റ് ഇരിക്കണേ. അവളെന്നോട് പറഞ്ഞെന്താ അറിയോ? അവൾക്ക് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് മതിയെന്ന്. ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സാ? അതൊക്കെ എന്തുട്ടാ? എനിക്കിവിടെ ഭാഷ മനസ്സിലാവണട്ടാ. ഒന്ന് പോയി പറഞ്ഞു കൊടുക്കണോന്ന്. അത് ഈ ഓയോല് പോയിട്ട് റൂം എടുത്താലും തലയിലാവില്ല. ഈ തല ഇറങ്ങണം നാരങ്ങൾ. കലികാലം. എല്ലാവരും വീട്ടിൽ പോയാൽ മതി. മതി മതി. ആ എടാ, പിന്നെ മറ്റന്ന് ക്രിസ്മസാ. അടിപരിപാടി എൻ്റെ വീട്ടിലാണ് സെറ്റ് ചെയ്തേക്കണേ. എല്ലാവരും വരണം. ജോമോൻ ചേട്ടൻ വരില്ലേ? പിന്നെ ഏഞ്ചൽ സെറ്റായിട്ട് ഞാൻ നിങ്ങൾക്കൊന്നും ചെയ്തില്ലല്ലോ. ഇത് അതിൻ്റെ ചിലവായിട്ട് കൂട്ടിയാൽ മതി. നിന്റെ കൂടെ ഇനി എല്ലാത്തിനും ഞാനുണ്ട്. കുഞ്ഞാരിക്കല്ലേ നീ? അയ്യോ അയ്യോ, കരണ്ട് പോയതാണ്. മണ്ടന്മാര്. എടാ, ഷാരോൺ പറഞ്ഞേട്ടില്ലേ അവളവൻ്റെ ചിക്കല്ലെന്ന്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റാന്ന്. ഓരോരോ UK ചിന്താഗതികളാടാ. ഞാൻ ചിന്തിക്കണ അതല്ല. നമ്മളവളായിട്ട് ഇപ്പം ഈ ഫ്രണ്ട്ഷിപ്പ് ആയാലേ നമുക്കും കിട്ടി ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്. നീ എന്ത് വർത്താനോ പറഞ്ഞ്? എടാ, അത് ഷാരൂന്റെ പെണ്ണാണ്, എന്ന് വെച്ചാ നമ്മുടെ സിസ്റ്റർ. എടാ, ഞാന് സിഗരറ്റ് വലിച്ചെൻ്റെ കിക്കി പറഞ്ഞു പോയതാണ്. നീ അത് മനസ്സിന്ന് കളട്ടത്? ആ, ഞാൻ കളഞ്ഞ്. നീ ഇത് പുറത്താരോടെങ്കിലും പറയോ? പിന്നെ പറയാൻ പറ്റണ കേസാണുള്ളത്. അമ്മ സത്യം? സത്യം. ഞാൻ പോട്ടെ എന്നാ. ഇവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാനും ഫ്രണ്ടായ എനിക്കും കിട്ടും ബെനിഫിറ്റ്.
ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. കുറെ നേരം ആയില്ല, ഇതെന്താ ഇറങ്ങാത്ത? ആ ഇറങ്ങി 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 ഇറങ്ങി. എന്റെ മോനെ ഏഞ്ചല് തന്നെ. ഏഞ്ചലി ആ. എന്നെ മനസ്സിലായ? ഷാരോന്റെ കൂട്ടുകാരനല്ലേ? ഷാരോണ്ട് കൂടെ അല്ലാണ്ട് വേറെ എവിടെ കണ്ടിട്ടില്ലേ? ഷാരോന്റെ കൂടെ കണ്ടിട്ടുള്ളൂ. അല്ല, ചൂടായതല്ല കേട്ടോ. നമ്മ ഇപ്പൊ പരിചയപ്പെട്ടില്ലേ? പരിചയപ്പെട്ട് പെട്ടെന്ന് പറ. അപ്പൊ ഫ്രണ്ട്സായി. എന്നാ എനിക്കും കിട്ടോ എന്ത് ബെനിഫിറ്റ്സ്? താൻ എന്താ ഉദ്ദേശിച്ചേ? ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. എന്ത് എന്താ ഉദ്ദേശിച്ചേ? തന്റെ പേരെന്താ? തന്റെ പേരെന്താണെന്ന്? ഷാരോൺ ചോദിക്കുമ്പോ ഷാരോന്റെ കൂടെ ഡിങ്കോൾഫി. നമ്മ ചോദിച്ച പേര് ചോദിക്കല്. കരയല്ലേ? കരയല്ലേട്ട് അറിയാണ്ട് ചോദിച്ചാണ്. ബൈക്കാ പിന്നെ ഒന്ന് എടുത്തോളാ. അയ്യോ, ഞാനെന്ത് ചോദ്യം ചോദിച്ചോളോട്? അയ്യോ, ഷാരോൺ പറഞ്ഞോ? ഹലോ ജോപ്പാ. ഹലോ, എവിടെയാടാ? ഞാൻ വീട്ടില്. വീട്ടിലാ? എടാ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വീട്ടിലെ പരിപാടികളുടെ കാര്യം. ഈ വേഗം വന്നേ. അല്ല, അപ്പൊ ഏഞ്ചലൊന്നും പറഞ്ഞു? ഏഞ്ചലാ? എടാ അവളാ അവളുടെ വീട്ടില്. നീ ഇങ്ങോട്ട് വന്നേ, സാധനമൊക്കെ വാങ്ങാൻ പോകാനുള്ളതാ. ആ ആ ആ ശരി. ആ അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. ദൈവമേ, ഇനി വീട്ടിൽ കൂട്ടിയിട്ടിരിക്കാനാണോ? എടി നീ ഇങ്ങനെ കരയാണ്ടിരിക്കേ. നിനക്ക് അവൻ്റെ പേരറിയോ? ഷാരോന്റെ കൂട്ടുകാരനാണെന്ന് മാത്രമേ എനിക്കറിയൂ. അപ്പൊ പിന്നെ അവനോട് ചോദിച്ചാ പോരെ? എടി, അവനൊരു പാവമാണ്. പിന്നെ നമ്മളിപ്പോ എന്താ ചെയ്യാ? എടി, നിന്റെ ചേട്ടനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ? ചേട്ടനോടോ? നീ വിചാരിക്കുന്ന പോലെ അല്ല. നിനക്കറിയാത്തോണ്ടാ. അപ്പാപ്പന്റെ അതേ സ്വഭാവ ആൾക്ക്. എന്താടാ നിന്നോടൊക്കെ പറഞ്ഞിട്ടില്ലടാ കോർഡിനേറ്റാവാതെ കള്ളു കുടിക്കരുതെന്നും. എനിക്ക് 21 വയസ്സായി ചേട്ടായി. സത്യമായിട്ടും മോനെ ഇതൊരു കല്യാണമൊക്കെ ഏഞ്ചലുകളുടെ കല്യാണം കഴിയട്ടെ. നിന്റെ രക്ഷപ്പെടാത്ത കുറച്ച് കൂട്ടുകാർ വന്നാണ്. ഒന്ന് പോയി കണ്ടേ. ഇതുവരെ രക്ഷപ്പെട്ടില്ലല്ലോ. UK-ല് പോകണം. അവിടെ പോയിട്ട് കാർ എടുക്കും. ഞാൻ മെമ്പർ ബിജു. ക്രിസ്മസ് ഒക്കെ അല്ലേ, രണ്ടെണ്ണം അടിക്കണ്ടേ? 2 ഉള്ളൂ. 4 അടിക്ക്. ചെല്ലങ്ങട് 4 ഉണ്ടെന്ന്. ചെക്കൻ കൊള്ളാം അല്ലേ? മോളെ ഏഞ്ചലേ, ഏഞ്ചലോളെ, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? ചേട്ടന് UK-ക്ക് പോകണില്ല. ഒന്നുമില്ല ഏട്ടാ. ഞാൻ വന്നപ്പോൾ പോലും ശ്രദ്ധിക്കുക. എന്താ എൻ്റെ പ്രശ്നം? എന്തോ ഉണ്ടല്ലോ, പറ മോളെ. ചിന്നു, എന്താ പ്രശ്നം? ഷാരോണെ, ഏഞ്ചലി വിളിച്ചാ? ഏഞ്ചലാ? ഈ അടിച്ചോണ്ടിരിക്കണതിന്റെ ഇടയിൽ എന്തിനാണ് നീ അവളുടെ കാര്യം പറഞ്ഞേ? നീ അടുത്ത അടിക്കാൻ നോക്ക്. ഭാഗ്യം പറഞ്ഞിട്ടല്ലോ. ചിന്നു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാര്യം പറ. അതൊന്നുമില്ല ഏട്ടാ, ഒരു ചെറിയ പ്രശ്നമുള്ളൂ. നാട്ടിൽ ഷാരോ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവന്റെ ഏതോ ഒരു കൂട്ടുകാരൻ ഇവളോട് മോശമായിട്ട് പെരുമാറി. അതാണ് കാര്യം. അതിനാണ് ഈ കിടന്ന് മോങ്ങിക്കൊണ്ടിരിക്കണത്. ചേട്ടാ,
പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എവിടെ പോണേ? ബാത്റൂം ബാത്റൂം. ആ ഇങ്ങനെയും ഉളക്കൊന്നുണ്ടല്ലോ. നീയാണോടാ ഷാരോൺ? ഞാൻ ജോബി. ജോബി? ഷാരോണിനെക്കാളും കലിയുള്ള പേരാണ് ജോബി. അതെന്താ ഡിസു? ആ ചെറ്റ ഒരുത്തൻ കാരണമാണ് ഞാൻ അങ്ങ് UK കണ്ടവന്റെ അപ്പി. ഏതാണമ്മ ഈ പ്രാന്തൻ? ഓ ആരോട്? പെണ്ണുമ്പിളെ, ഷാരോൺ എവിടെ? വിളി. ഷാരോണോ? എന്താ മോനെ പ്രശ്നം? വിളി. ഇതേത് നീല പാപ്പ? ഇതേതാ യൂണിറ്റ്? അവനാണ് ഷാരോൺ. നീയാണോടാ ഷാരോൺ? ആ എന്തേ? ഇങ്ങോട്ട് വാട പന്നി. എന്താ പ്രശ്നം? നിനക്ക് ഇവളെ അറിയോ? എന്താ? ഏഞ്ചല്. നീ ഇവളെ പറ്റി എന്തൊക്കെയോ പറഞ്ഞിറക്കിയിട്ടുണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞേ. ഞാനെന്ത് പറഞ്ഞു? എന്താണെന്നോ? അതെ, ചോദിച്ചോണ്ട്. നീ ഇവളെ പറ്റി എന്തൊക്കെ പറഞ്ഞിറക്കിയെന്നാണല്ലോ ഞാൻ അറിഞ്ഞേ. അത് പറ. ചേട്ടാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഡിസൂസമോനെ, അവന് മനസ്സിലാകുന്ന രീതിയിൽ ചോദിക്കുമോനെ. നീ ഇവളെ പറ്റി എന്തൊക്കെയോ നുണക്കഥകൾ പറഞ്ഞിട്ടുണ്ട്. നീ അതിനെ പറ്റി പറ. പൊന്നു ചേട്ടാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ നീ പറഞ്ഞ സത്യങ്ങളങ്ങ് പറയടാ. ഇയാള് നീ ഞാൻ പറയുന്നത് കേട്ടാ മതി. നീ അവളെ പറ്റി പറഞ്ഞ നുണക്കഥകൾ പറയടാ. ചേട്ടാ ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. എന്നാ നീ പറഞ്ഞ സത്യങ്ങൾ പറയടാ. നീ നുണ പറയടാ. ഇയാള് ഇവനെന്തു നുണ പറയാൻ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്? നീ എന്തിനാ നോക്കണേ? സത്യല്ലേ ഞാൻ പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. നീ എന്റെ കൊച്ചിനെ അബ്യൂസ് ചെയ്തില്ലടാ. അബ്യൂസാ? അബോർഷൻ എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അബോഷനാ? അബോർഷൻ അല്ലടാ വെടലകളെ, അബ്യൂസ്. ബ്ലഡി ഗ്രാമോസിസ്. നീ പറ. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഈ ഏഞ്ചൽ സെന്റ് മേരീസ് സ്കൂളിൽ 4ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചു. അത്രേ ഉള്ളൂ. അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ഷാരോണും ഏഞ്ചലും തമ്മിൽ ഒരു ബന്ധമില്ല. ജോബാ നീ ചുമ്മാ കളിക്കാൻ നിൽക്കല്ലേട്ടാ. ഇവർ തമ്മിൽ പാർക്കിലും പോയിട്ടില്ല, ബീച്ചിലും പോയിട്ടില്ല, ഹോയോ റൂമും എടുത്തിട്ടില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല ചേട്ടാ. ഇവരാണ് ലിങ്കോൾഫി കഥ പറഞ്ഞേ. വെറുതെ കള്ളും പുറത്ത് ഓരോന്ന് പറയാൻ നിന്നുണ്ടല്ലോ. അമ്മേ, എല്ലാത്തിനെയും തൂക്കി എറിയും ഞാൻ. എടോ എടോ ഇവിടെ താൻ ഇവനെ മാത്രം തല്ലടയിൽ എന്തെങ്കിലും അർത്ഥമുണ്ടാ? അയ്യോ ഏഞ്ചലേ, എടേ നീയല്ല അവനെ ആദ്യമായിട്ട് വീട്ടിലേക്ക് വിളിപ്പിച്ചത്. ഏഞ്ചലേ, നീയല്ലേടെ അവനെ ആദ്യമായിട്ട് ഉമ്മ കൊടുത്തത്. എടി മോളെ, നീയല്ല അവന് ഓയോലേക്ക് ഉണ്ടാക്കിയത്. എന്ത് കേബലേ? ഒരേബലും ഇല്ല. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ തെറ്റ് മൊത്തം ഞങ്ങളെ ചെക്കൻ ഷാരോന്റെ ഭാഗത്താ. അതെ, ഈ 2 കൈ കൂട്ടി അടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ കേട്ടാ. അനാവശ്യം പറയരുത്. നിന്റെ മോന്ത ഞാൻ അടിച്ചു പൊട്ടിക്കും. പെണ്ണൊരുമ്പെട്ടിട്ടുണ്ട്. അനാവശ്യോ? ഇതൊക്കെ ആവശ്യമുള്ള കാര്യം തന്നെയാണ്. എന്റെ തെളിവണ്ടേ? ചെറ്റത്തരം പറയുന്നോടാ. ഡിസൂസമോനെ, അവന്റെ കൈ തെളിവുണ്ടെന്നല്ലേ പറഞ്ഞേ? അവൻ കാണിക്കട്ടെ മോനെ. കാണിക്കും. തെളിവ് കാണിച്ചാരേട്ടാ. എന്നാ നീ കാണിക്കണം. എല്ലാത്തിനും കാണിച്ചാരാളെ തെളിവ്.
ജോപ്പാ നിക്ക് തെളിവാക്കി ഇപ്പൊ വരും. ഷാരോണേ എന്താന്ന് പറഞ്ഞോടാ, നിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ട്. എന്റെ ഈശോയെ അടുത്ത മാറണം. ജോമോൻ ചേട്ടനാ. ഷാരോണെ അമ്പ് വിളിച്ചെന്ത് പിച്ചും പെയ്യൊക്കെ പറയണ്ടല്ലോ. എന്താ പ്രശ്നം? ഇതേതേ കോമാളിയൊക്കെ ഏതാ എവിടെടാ? എടാ ഏഞ്ചൽ ജോമോൻ ചേട്ടാ. ഇതാര് ജോമോൻ ചേട്ടനാ? അല്ലെങ്കിലും അല്ലാത്തിനും എല്ലാരും ഉള്ളത്. എന്റെ പൊന്നേബിലെ ഈ സമയത്ത് നീ പാട്ടേക്കാൻ വേണോ? പാട്ടാ എട് നമ്മളെ ഷാരോണേ ഇവര് ഓയോ പോയ കേസ് സംബന്ധം പാലത്തിന്റെ അവിടെ വെച്ച് പറഞ്ഞില്ലേ, അത് ഞാൻ ഇങ്ങനെ ഒരു സുഖത്തിന് വേണ്ടി വീട്ടിൽ പോയി കേൾക്കാൻ വേണ്ടി ഒന്നിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പൊ അതിങ്ങനെ എല്ലാവർക്കും മുമ്പിൽ ഒരു തെളിവായിട്ട് വെക്കാ. പുറത്തുനിന്നൊരു നല്ല തണുത്ത കാറ്റടിച്ചു. അതിന്റെ കൂടെ ഒരു നല്ല ചാറ്റൽ മഴയും. ഞങ്ങളുടെ മുറിയിലാണെങ്കിൽ ഒരു ചെറിയ മഞ്ഞ വെളിച്ചം മാത്രമേ ഉണ്ടായുള്ളൂ. എന്റെ പൊന്നേബലേ, നിങ്ങളൊക്കെ അവളെ ചുരിദാറി മണ്ണല്ലേ കണ്ടിട്ടുള്ളൂ. ഞാൻ അവളെ കണ്ടടാ ഒരു വ്യത്യസ്തമായ ഡ്രസ്സിൽ. എന്റെ മോനെ, പിന്നെ ആ മഴ മാറണവരെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചരാ. നീ ഏതാടാ ചേട്ടാ? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവൻ പറഞ്ഞ കഥ ഞാനും കേട്ടിരുന്നുണ്ട്. ചിലപ്പോ അതിൽ സത്യം ഉണ്ടെങ്കിലോ നുണയാണെങ്കിലോ? അത് തന്നെയാടാ ഞാൻ ഈ മൊണ്ണാളുടെ അടുത്ത് പറയുന്നേ. മോള് വിളിച്ചിട്ടില്ല ഇവൻ ബർത്ത്ഡേക്ക് വീട്ടിൽ. ഞാനോ? ഞാൻ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. നിർത്ത്. ശരിയാ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും കള്ളം പറഞ്ഞ. ഈ നിൽക്കണ നാട്ടുകാരുടെയും കൂട്ടുകാരുടെ മുമ്പിൽ വില കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. ഇവളായിട്ട് ഇഷ്ടത്തിലായി എന്ന് പറഞ്ഞപ്പോഴല്ല പട്ടികളെ നീയൊക്കെ എനിക്ക് ഇത്തിരി വില തരാൻ തുടങ്ങിയത്. ഇതൊക്കെ ഞാൻ ചെയ്തത് ശരിക്കും എനിക്ക് ഏഞ്ചലിന്റെ ഇഷ്ടമായോണ്ടാ. ശരിയാ, ഞാൻ ഫേക്കാ. അപ്പൊ ഇവളെ ഇനി ആര് കെട്ടും? ചോദിക്കങ്ങോട്ട്. അതാലോചിച്ചൊന്നും ആരും വിഷമിക്കണ്ട. ഏഞ്ചലിന്റെ സമ്മതമാണെങ്കിൽ ഞാൻ ഏഞ്ചലെ കെട്ടിക്കോളാം. അല്ല, എന്താ പറഞ്ഞുണ്ടാക്കാൻ നമുക്കറിയില്ലല്ലോ. എന്ത് പറഞ്ഞുണ്ടാക്കാൻ? ഞാൻ പറഞ്ഞല്ല അവൻ ശരിയല്ലെന്ന്. ഇനിയിപ്പോ എന്തൊക്കെയാവാ പറഞ്ഞു വരുത്താൻ പോണേ. ഞങ്ങള് ഓയോ പോയി. അവൾക്ക് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് മതിയാണ്. എനിക്ക് കിട്ടോ എന്ത് ബെനിഫിറ്റ്സ്? ഇവര് തമ്മിൽ പാർക്കിലും പോയിട്ടില്ല, ബീച്ചിലും പോയിട്ടില്ല, ഓയോ റൂം എടുത്തിട്ടില്ല. നീയല്ലേ അവൻ ഓയോലേക്ക് ഉണ്ടാക്കിയത്? അങ്ങോട്ട് കെട്ടിച്ച് താരാടാ നായേ. അയ്യോ അയ്യോ. പണ്ടാരടങ്ങാനായിട്ട് നമുക്കെല്ലാവർക്കും സോളോ ട്രിപ്പ് പോകാൻ കണ്ട സമയം. ആ ഷാരോൺ എങ്ങനെ എന്റെ കൈ കിട്ടാണ്ടല്ല. അവനെ ഞാൻ ഇതിലോട്ട് ഞാൻ ഞെരുങ്ങി. ഞെരിക്ക്. അതിന് ഷാരോൺ ഇവിടെ വേണ്ടേ? ഷാരോണും ഞങ്ങൾക്ക് ഒതുങ്ങി. ഇനി ഇവിടെ വരണ പെൺപിള്ളേരെല്ലാം ആർക്കാ? ബിനിലിന്. ബിനിലേട്ടൻ തന്നെ സ്റ്റാർ. അല്ല, ഷാരോൺ എവിടെ പോയിന്നാ പറഞ്ഞേ? അവനെ നന്നാക്കാൻ വേണ്ടി വീട്ടുകാരെ കൊച്ചിയിലേക്ക് വിട്ടേക്കില്ലേ? എവിടേക്ക്? കൊച്ചിയിലേക്ക്. കൊച്ചിയിലേക്ക് നന്നാക്കാൻ. നന്നായത് തന്നെ. തെറ്റുപറ്റിപ്പോയി. എന്നാലും ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നാലും ഒരു പെണ്ണ് കാണിക്കുന്ന സ്വഭാവമാണ് അവൾ എന്നോട് കാണിച്ചേ. അവള് നാട്ടുകാരും വീട്ടുകാരും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വന്നേക്കുക. എന്തിന്? അവൾക്ക് എന്നെ കല്യാണം കഴിക്കണത് പോരാത്തന്നെ ഒരു നുണക്കതി. ഞാൻ അവളുടെ വീട്ടിൽ പോയി അവളെ ഉമ്മ വെച്ചെന്ന്. അശ്വതിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നു? ഏഞ്ചലിന് ഇഷ്ടമായോണ്ടല്ലേ? ഇഷ്ടം. എന്നാലും ഇത്രയും കാലമായിട്ട് ഒരു ഇച്ചിരി ഇഷ്ടം പോലെ ഷാരോൺ ഏഞ്ചലിനോട് തോന്നിയിട്ടില്ല? അശ്വതി, നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു കണക്ഷൻ ഇല്ലേ? ഒരു ഒരു ബോണ്ടില്ലേ? അതങ്ങനെ തനിയെ വന്നതല്ലേ അല്ലേ? സത്യം പറഞ്ഞാൽ ഈ എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെമ്പിള്ളേരെ കാണുന്നതൊക്കെ ഒരു പേടിയായിരുന്നു. ഒരു തരം ട്രോമയായിരുന്നു. സൂയിസൈഡ് അറ്റംപ്റ്റ് അവർ ചെയ്തിട്ടുണ്ട്.
പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഞങ്ങളൊക്കെ ഇല്ലേ? ഓൾറൈറ്റ്, ഇതൊക്കെയാണ് എൻ്റെ ഒരു സമാധാനം. അപ്പം ഞാൻ പോട്ടെ. എനിക്ക് വിഷമം വന്നാലേ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. ഓക്കെ ബൈ. ഓക്കെ ബൈ. അശ്വതി സച്ച് എ ജെന്റിൽമാൻ അല്ലേ? ഏയ് അത്രക്കൊന്നുമില്ല, സാധാരണ ഒരു പയ്യൻ. എനിക്കങ്ങനല്ല തോന്നി. അതെന്തിനൊക്കെ അവനോട് എന്തെങ്കിലും ഇഷ്ടം തോന്നിയോ? എടാ ഇഷ്ടമൊന്നുമല്ല, ഒരു തരം ആരാധനയാ. ആരാധന, ഒരു ആരാധിക അല്ലേ? ആ അങ്ങനെയും പറയാം. എടാ ഷാരോണേ. ഞാനും എൻ കഥയും